ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ ചാനൽ ബെസ്റ്റ് ബാങ്കേഴ്സ്. ഇന്നത്തെ നമ്മൾ ജസ്റ്റ് മൗണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഒരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അർബൻ ഫ്രീ റൈഡ് എന്ന് പറഞ്ഞൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണതാണ്. എന്താന്ന് വെച്ചാണെങ്കിൽ നമ്മളിത് സൈക്കിൾ എടുത്ത് ചാടിക്കുക, അങ്ങനത്തെ സ്റ്റെപ്പുകൾ ഇങ്ങനെ ചാടിക്കുക, അങ്ങനത്തെ പരിപാടിയാണ്. പിന്നെ ഇതും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആയ കാലത്തൊന്നും ഈ സാധനം ഉണ്ടായില്ല, ഈ ട്രൈപോഡ് മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്താണ് വീഡിയോ എടുക്കണത്. പിന്നെ ഇതിൻ്റെ ക്ലാരിറ്റി കുറച്ച് കൂട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ. പിന്നെ ഡ്രസ്സ് കുറച്ച് ചേഞ്ച് ആക്കി. ഇതിന് മുമ്പത്തെ വീഡിയോ ഡ്രസ്സ് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മാറ്റി പിടിക്കാം. അപ്പോൾ നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇന്ന് ക്യാമറമാനും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുമ്പോഴാണ് ഒരുത്തനെ കൂടെ വിളിക്കാനുണ്ട്. വിളിച്ചിട്ട് നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ ഇങ്ങനെ ചാടിക്കണം അതിൻ്റെ വീഡിയോ. അപ്പോൾ ഇനി മൊത്തം എൻ്റെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇതാണ് ആൽവിൻ. ഹയറുള്ള വീഡിയോ എടുക്കണേ. അതെ, ഇതാണ്ട സൈക്കിള്. ഇതാരുടെ സൈക്കിളാണ്? ഇതാണ് അവിടുത്തെ സൈക്കിളാണ്. ഇത് നമ്മുടെ സൈക്കിൾ ഓടിക്കണ്ട. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടാകുന്നൊരു ഡൗട്ട് ഉണ്ട്. ക്യാമറമാൻ ബിരിയാണി അടിക്കാൻ പോയി. കൊറേ ദൂരം ഉണ്ടോ? അതെ, ഇവിടെ നാട്ടാ പോണത്. ചെറിയതുണ്ടാവും. RRT പോയിട്ട് നമുക്ക് ചെയ്യാം. അതാകുമ്പോ പിന്നെ നമുക്ക് മഴ വന്നാല് പിന്നെ നമ്മുടെ അർബൻ ഫ്രീ റൈഡ് എന്ന സീരീസിലെ ഫസ്റ്റ് ചാടിക്കണാണല്ലേ. ഫസ്റ്റ് ചാട്ടമാണ്. ക്യാമറ അതെ ഇവന്റെ കൈ കൊടുക്കണം കേട്ടോ. ഇവിടെ ചെറിയൊരു ഭാഗമുണ്ട്. ഞാൻ സ്റ്റെപ്പ് തുറന്നിട്ടേക്കണം. ഇങ്ങനെ ഹോപ്പ് ചെയ്തിട്ടാണ് വിചാരിക്കണേ. ഗൈസ്, താഴെ വീണിരിക്കുകയാണ്. എല്ലാ തോൽവികളും അതൊരു ജയിക്കുന്ന മുമ്പോട്ടാണ് ഗൈസ്. എടാ, ഇതിന് പ്രശ്നമുണ്ടോ നോക്കിയേ. ഓ ഷിറ്റ് ഗൈസ്, ഇതിപ്പോ ഇവിടെ ഇറങ്ങിയതാ. എടാ ആനെ കണ്ടുപിടിച്ചേ. ഇതിപ്പോ ഈ വീണേല് പോയതാണ്. ഇതുവരെ കേട്ടോ. നമ്മളെ തളരൂലട്ടോ, നമ്മ ഇനിയും ചെയ്യട്ടോ. അങ്ങനെ കാരണം ഇവിടെ ഗൈസ് ഇവിടെ വെള്ളമുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് ഇവൻ ചെറുതായിട്ട് തെന്നിപ്പോയി. എല്ലാരും പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യാവൂ. ചെറിയ ഇതേപോലത്തെ ചെറിയ സ്റ്റെപ്പുകളിലേ ചെയ്യാവൂ. വലിയ ആദ്യത്തെ സ്റ്റെപ്പുകളിൽ നമ്മളിനിയും ഒരു 2 സ്റ്റെപ്പ് വലിയ സ്റ്റെപ്പുകളുണ്ട്. അത് നമ്മൾ എന്തായാലും ഈ വീഡിയോയിൽ വരുന്നതാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ എനിക്ക് വാശിയായിട്ട് നമ്മ ചെയ്തിരിക്കണം. കാരണം ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മ ഇവിടെ നിന്ന് ഇതിനെ ഹോപ്പ് ചെയ്ത് ചാടിക്കാനാണ് വിചാരിച്ചത്. പക്ഷെ അത് ഇങ്ങനെ ഓവർ ദ ബാർ അടിച്ച് വീണാണ്. ഓവർ ദ ബാർ വീണാണ്. ഹെൽമെറ്റ് വെക്കണോട്ടോ എല്ലാവരും. ഇപ്പൊ എന്റെ ഹെൽമെറ്റ് ഒരു ഇല്ലാത്തോണ്ടാണ് നമ്മൾ വെക്കാത്തത്. ഇത് ഹാൻഡിൽ ബാർ എന്ന് പറഞ്ഞ് ഹാൻഡിൽ ബാർ ചെറുതായിട്ട് പറഞ്ഞു. ഇത് സ്ക്രാച്ച് ഉണ്ടായി. ഇവിടെ സ്ക്രാച്ച് ഉണ്ടായി. ഇവിടെ സ്ക്രാച്ച് ഉണ്ടായി. ഇവിടെ ഷിഫ്റ്ററിൽ സ്ക്രാച്ച്. ഷിഫ്റ്ററിൽ കാര്യമായിട്ടൊന്ന് ചില്ല് പൊട്ടാത്ത ഭാഗ്യോട്ടാ. ചില്ല് പൊട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അകത്ത് വെള്ളം കയറിയ പ്രശ്നം കേട്ടോ. ഇത്ര ഉണ്ട് ഇതിന്റെ ഡിസ്റ്റൻസ് കണ്ടാ. ഇത്ര ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഹോപ്പ് ചെയ്തിട്ട് തന്നെയാണെങ്കിൽ ഇവിടെ മുട്ടാൻ പാടില്ല. ഇവിടെ മുട്ടിയാൽ നമ്മൾ നേരത്തെ ക്രാഷ് ആയ മുമ്പേ. അന്നേരം ഇവിടെ ഫസ്റ്റ് വീഡിയോ കാണുന്നവരാണെങ്കിൽ വേറെ വീഡിയോകളിൽ അർബൻ ഫ്രീ റൈഡ് നടിക്കുക. അന്നേരം നിങ്ങൾക്കും എനിക്ക് ആദ്യം ഇതേപോലെ ഇവൻ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്കൊരു ചെറിയ ഇതുണ്ടായിരുന്നു. അത് കറക്റ്റാട്ടാ. ഇവന്റെ വീട്ടിൽ വന്ന് ഇതൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ ഒരു സമയത്ത്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടാണ് നമ്മ ഇതിന്റെ അകത്ത് വാങ്ങിപ്പന്നത്. അപ്പൊ നമുക്ക് എന്റെ നെഞ്ചത്ത് കയറാനി കട്ട് ചെയ്തോ.
സ്മൂത്ത് ചാട്ടായിരുന്നു കേട്ടോ. ഭയങ്കര വെള്ളോട്ടാ നമ്മുടെ ഷിഫ്റ്റേഴ്സ്. അത് ആരും അത് നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. ഇവിടെ ഒരു ഓഫ് റോഡ് ഉണ്ട്. ഓഫ് റോഡാണത്. മെയിൻ റോഡ് ക്രോസ് ചെയ്യണോട്ട് ഇനി വണ്ടി കൊണ്ടിനി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം സ്പോട്ടിലെത്തിട്ട് കേട്ടോ. അപ്പോൾ പോയി എല്ലാം ദൈവം ഇന്നമ്മ നോക്കിയിരുന്നിട്ട് എന്നുവെച്ചാലുണ്ടല്ലോ നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോ തന്നെ ആ ഒരു സംഭവം കിട്ടുമ്പോ സാറ്റിസ്ഫാക്ഷൻ. അതാണ് ഒരു ഇത്. പിന്നെ ആ വീണത് കാര്യമൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ക്രാഷ് ഒക്കെ ഉണ്ടാകും ചെയ്യാം. സീസൺ ഉണ്ടാവും സ്ഥലം അങ്ങനെയില്ല. ഇനി നമ്മുടെ ആ ഇതിനേക്കാളും ഇച്ചിരിയും കൂടെ ഒരെണ്ണം കൂടെ ഉണ്ട്. എന്റെ വീടിന്റെ അവിടെ ഒരു ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട്, അത് സെറ്റ് ചെയ്യണം. അയ്യോ എത്ര സ്റ്റെപ്പ് ഉണ്ടാവും? 11, 12, 13 സ്റ്റെപ്പ് ഇട്ട് വിട്ടെ. 11 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. പടയെന്ന് പറഞ്ഞ് അത് ശരിക്കും പടയെന്ന് പറഞ്ഞിട്ടാ പോയത്. കാരണം നമ്മൾ കുറെ നേരം പിടിച്ചിരുന്നു. കാരണം ഈ ടയറില് നമ്മുടെ എന്താണ് മണ്ണ് പറ്റിയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഗ്രിപ്പ് കിട്ടൂല. നമ്മ നേരെ തലേതിന് നേരെ ഫസ്റ്റത്തെ ക്ലിപ്പ് എടുത്തോലെ ഓവർ ദ വാർ അടിച്ചമ്മ വീഴും. പക്ഷെ ഇതും നമ്മ നേരത്തെ ഇത് പോയ സ്ഥലം വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സൈക്കിളൊന്നും പറ്റിയില്ല. ഓക്കെ ഒന്നും പറ്റിയില്ല കേട്ടാ. എന്റെ വിളിച്ചത് ഇവിടെ നിന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മ ഇവിടെ നിന്ന് പടപടപടേന്ന് അത് ശരിക്കും ഫോഴ്സിലാണ് നമ്മ ശരിക്കും വന്നത്. അവിടെ നിന്ന് വിത്ത് 2 സെക്കൻഡ് കൊണ്ടാണ് നമ്മ ഇങ്ങനെ കയറി. ഇവിടെ കയറി ഒരു സെക്കൻഡ് കൊണ്ട് നേരെ ചാടി വന്നു. 3 സെക്കൻഡ് എടുത്തിട്ടുണ്ടാവും ഇതിനു വേണ്ടി. അത് ഭയങ്കര ഞാനവിടെ കുറെ നേരം നിന്നട്ടാ. ചാടിക്കണോ വേണ്ടേ എന്റെ ഞാനൊരു ഓവർ അടിച്ച് വീഴൂ എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ സംഭവിച്ചത് നമ്മളിങ്ങനെ പേടിച്ചാണ് നമ്മൾ ചാടിക്കണേ. ഈ ഒരു നമ്മുടെ ചാനൽ ഉൾപ്പെടുത്താൻ നമ്മുടെ ചാനല് സൈക്ലിംഗ് ആ ഒരു കാറ്റഗറിപ്പെട്ട ഒരു ചാനലാണ്. ഇടയ്ക്ക് ചാലഞ്ചിങ് വീഡിയോസ് ഒക്കെ ഉണ്ടെന്നുള്ളൂ. നമ്മളെ ഒരു ഇതിലേക്ക് പെട്ട ഒരു ചാനലാണ് നമ്മുടെ. പിന്നെ നമ്മുടെ സൈക്കിളും ഇതിന് പറ്റിയൊരിക്കലും നല്ല സൈക്കിളല്ല. ഞാൻ വേറെ ആരെങ്കിലും ചെയ്യണമെങ്കിൽ ആ സൈക്കിളും കൊണ്ട് ചെയ്യണം. വേറെ നല്ല സൈക്കിൾ വെച്ച് ചെയ്യണം. ഇതൊന്നും ഇതിനെ പറ്റിയ സൈക്കിളല്ല. പക്ഷെ നമ്മ ഈ വീഡിയോയിലെ കണ്ടന്റിന് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മ ഇങ്ങനെ ചെയ്യണത്. അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾ അനുഗ്രഹിച്ചോ. പക്ഷെ നല്ല സൈക്കിളും പിന്നെ നിങ്ങളുടെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരാൾ കൂടെ വേണം കേട്ടോ. ഒറ്റയ്ക്ക് ചെയ്താൽ നമുക്ക് വല്ല 8ന്റെ പണിയൊക്കെ കിട്ടുമ്പോ നമ്മൾ നോക്കാൻ ആ ഒരു സമയത്ത് ആരും ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് 1 മാസം മുമ്പേ കേട്ടോ. ഈ ഇൻട്രോ പറയണ വേറെ ദിവസമാണ്. അപ്പൊ ഓക്കെ ബൈ.